കർക്കിടകം രാശിയിലെ പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് ഒരു 30% പേർക്കെങ്കിലും ഒരു നല്ല അനുഭവത്തെ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. മറ്റുള്ളത് ജാതകവശാലുള്ള നിങ്ങളുടേതായ ഇപ്പോൾ നടക്കുന്ന ദശകൾക്കനുസരിച്ച് ആയിരിക്കും നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നല്ല ഒരു ദശാകാലമാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും. മോശം ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ മോശം കാലഘട്ടം തന്നെയായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക. അത് നിങ്ങൾ മനസ്സിലാക്കണം. കർക്കിടകം രാശിയിലെ പൂയ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാശിയുടെ 12ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. രാശിയുടെ 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. അതായത് നമ്മുടേതായ നഷ്ടങ്ങളുടെ സ്ഥാനം, മറയ്ക്കപ്പെടുന്ന സ്ഥാനം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം അവിടെ നിലകൊള്ളുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാവും എന്നായിരിക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴമാണ് 12ാം ഭാവത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു നല്ല കാര്യമാണ്. കാരണം അവർക്കൊക്കെ തന്നെ അതിൻ്റേതായ പേപ്പർ വർക്കുകളൊക്കെ നടന്ന് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇപ്പോൾ വിദേശ രാജ്യത്ത് ഇരിക്കുന്ന പൂയം നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഒരല്പം ഹയർ പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കൺട്രീസിലേക്കുള്ള മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ മറ്റിടത്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പ്രയത്നങ്ങളൊക്കെ വലിയ തോതിലുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ചിലരൊക്കെ തന്നെ ജോലിയുടേതായ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പിരിച്ചുവിടലിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും വിദേശത്തൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ആ ഒരു സ്ഥാനം ഇതൊക്കെ മാറി ഒരു നല്ല ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതായത് തൊഴിലിൽ വീണ്ടും തുടർന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5, 7, 9 എന്ന ഭാവങ്ങളിലേക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ പണം മുടക്കി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ചെറിയ രീതിയിൽ മാത്രമായിരിക്കണം അങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട്. കാരണം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും, പക്ഷേ വലിയ കടബാധ്യതകളിലൊക്കെ പോയി അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാം. ദീർഘകാലമായിട്ട് ഒരു യാത്രയൊക്കെ പോകണം എന്ന്, അതായത് സന്തോഷകരമായ കുടുംബത്തോടുകൂടി ഒരു യാത്രയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അങ്ങനെ ഒരു കാലഘട്ടവും കൂടി ആയി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല ശുഭകരമായ ചിലവുകളൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളൊക്കെ വാങ്ങി വയ്ക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. ഇതുവരെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊക്കെ തന്നെ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വർണം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും. അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ കാശ് കയ്യിലുണ്ടായിട്ടും വയ്ക്കാനൊക്കെ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെ അതിൻ്റേതായ സാഹചര്യങ്ങളും തെളിയും. അതിൻ്റേതായ പണവരവുകളും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. ഇതുവരെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ചെയ്തു കൊണ്ടിരുന്നവർക്ക് ആ ജോലിയിലേക്ക് തന്നെ ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അതായത് നല്ല രീതിയിൽ ഇതുവരെയുള്ള സ്ട്രഗിൾ മാറി നല്ല മനസ്സന്തോഷത്തോടു കൂടി ചെയ്തു പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. ഇതുവരെ ഒരു സങ്കടകരമായ രീതിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് സമാധാനത്തിലൂടെ പോകേണ്ട ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും. അതേപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എടുക്കുന്ന പ്രയത്നങ്ങളൊക്കെ തന്നെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൊഴിൽ തേടുന്നവരൊക്കെ തന്നെ നിങ്ങളുടേതായ സ്വന്തം നാട്ടിൽ അന്വേഷിക്കുന്നതിനേക്കാളും ഒരു ദേശം മാറി അന്വേഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ജില്ലയിൽ താമസിക്കുന്നവർ മറ്റൊരു ജില്ലയിൽ ജോലി അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കും. അവിടെ ലഭിക്കാനുള്ള സാധ്യതകളും 100% അധികം തന്നെയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മീഷൻ ബേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലം തന്നെയാണ്. വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ വസ്തു ബ്രോക്കറേജ് ചെയ്യുന്നവർക്ക്, മറ്റു പല രീതിയിലും കമ്മീഷൻ ലഭിക്കുന്ന തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക്, അതായത് കളക്ഷൻ ഏജൻറ്റ് പോലെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ
വളരെ അധികം മേന്മയുള്ള ഒരു കാലഘട്ടം എന്ന് 100% പറയാൻ കഴിയും. കാരണം ഇവിടെ പ്രയത്നത്തിന് വളരെയധികം പ്രാതിനിധ്യമുണ്ട് തന്നെയാണ്. നിങ്ങളുടേതായ പ്രയത്നങ്ങൾക്ക് ഇതുവരെ ഫലമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം മികച്ച ഫലമായിരിക്കും നൽകുക. അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളുടേതായ പ്രവർത്തനത്തിൽ മികവ് കൂട്ടി വളരെയധികം നല്ല മനസ്സോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായിട്ട് തന്നെ വരുന്നു. ഇത്രയും കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള, അതായത് പണവരവിനെ കുറിക്കുന്നു എങ്കിൽ അമിതമായ ചിലവുകളും ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇടത്തൊരു ലാഭകരമായ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതേ ഒരു ചിന്താഗതിയോട് മുന്നിൽ പോയാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം കിട്ടുന്ന പണം സൂക്ഷിച്ച് വച്ച് ചിലവാക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കില്ല എങ്കിൽ അതൊക്കെ തന്നെ നേട്ടങ്ങളൊക്കെയും വലിയ രീതിയിലുള്ള കോട്ടങ്ങളായി മാറും. അപ്പോൾ സമ്പത്തുപരമായ രീതിയിൽ എവിടെന്നെങ്കിലും പലിശയ്ക്കൊക്കെ പണമൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കിട്ടുന്നത് തന്നെയായിരിക്കും, മറ്റൊരു കാര്യം കണ്ടിട്ടായിരിക്കും ചെയ്യുക. പക്ഷേ അത് വിനയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. കാരണം വരുന്ന പണം ഏതു വഴി ചിലവായി പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം പണം വന്ന വഴിയെ ഇറങ്ങിപ്പോയി അത് കിട്ടുമെന്നുള്ള സാഹചര്യത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് ലഭിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ മനസ്സിന് വലിയ തോതിലുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലവുകൾ കൺട്രോളിൽ നിർത്തേണ്ടത് വളരെയേറെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നു. അപ്പോൾ ചിലവുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അതായത് വരവ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ചിലവുകൾ നിയന്ത്രണ വിധേയമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം. അല്ല എങ്കിൽ ഈ കിട്ടുന്ന പണത്തിൽ ചിലപ്പോൾ ആരെങ്കിലും കടം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഒരു ആവശ്യമാണ് കൊടുക്കാം എന്ന് തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തിരിച്ചു കിട്ടാത്ത സാഹചര്യവും പിന്നീട് വലിയ വാക്ക് തർക്കങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ സ്വന്തം കാര്യത്തിലൊക്കെയുള്ള വിജയം മുന്നിൽ കണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കുക. അതേപോലെ വളരെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് ഇപ്പോൾ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ പണം എടുത്ത് അതിൽ നിക്ഷേപിച്ച് പണം പാഴാക്കരുത്. അതേപോലെ തന്നെ മറ്റ് ആർക്കെങ്കിലും പണം പലിശയ്ക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുണ്ട്, അതൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. കടം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വൻ ബാധ്യതകളിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. കാരണം ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് വളരെ സൗഹൃദത്തോടുകൂടി നിന്നുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും, നിങ്ങളുടെ നല്ല മനസ്ഥിതിക്ക് അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ സഹോദരങ്ങൾക്കാവാം നിങ്ങളത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനാവാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അറിയാം. കാരണം ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് 18ൻ്റെ പണിയായിട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടം അത്രയും. പക്ഷേ എന്നിരുന്നാലും ചിരിച്ച മുഖത്തോടുകൂടി പോകുന്നവരാണ്. പക്ഷേ ഈ കാലഘട്ടത്തെ അനുകൂലമാക്കി കൊണ്ടുവന്നില്ല എങ്കിൽ വളരെയധികം വിഷമിക്കേണ്ടി വരും എന്നുള്ളത് 100% ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങളും കൂടെ മാറിയിട്ടുണ്ട്. അതിൻ്റേതായ ഫലവും ഞാൻ പറയുന്നതാണ്.